In this video, we discuss about some methods to test the convergence of an infinity series. There are several methods to test the convergence of a series. So mainly we familiar with the four types of methods. So the first one is the integral test. The first method is the integral test. So now you can see the statement of the integral test. Let the sequence ai be a sequence of positive terms. Suppose that ai is equal to f of I, where f of x is a continuous positive decreasing function of x for all x greater than or equal to 1. Okay, statemenറ്റിലുള്ള എല്ലാ കണ്ടീഷൻസും നോക്കണം. f of x is a continuous positive decreasing function of x for all x greater than or equal to 1. Then if integral 1 to infinity f of x dx is converged, so does sigma I from 1 to infinity ai, and if integral 1 to infinity f of x dx diverges, then so does sigma I ranging from 1 to infinity ai. അപ്പോൾ ഇതിൽ ഇൻ്റഗ്രൽ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ടെസ്റ്റിന് ഇൻ്റഗ്രൽ ടെസ്റ്റ് എന്നുള്ളൊരു പേര് വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട്. ഓക്കെ, സീരീസ് എ ഐ തന്നിട്ടുണ്ട് നമുക്ക്. ആ എ ഐ എന്നുള്ള സീരീസിൽ പോസിറ്റീവ് ടേംസ് മാത്രമുള്ള സീരീസാണ് കേട്ടോ. സീരീസിൽ പോസിറ്റീവ് ടേംസ് മാത്രം വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റഗ്രൽ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ കണ്ടീഷൻസും ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് നമുക്ക് തന്നിട്ടുള്ള സീരീസ് ഏതെങ്കിലും ടെസ്റ്റിൽ എന്തൊക്കെ കണ്ടീഷൻസ് പറയുന്നുണ്ടോ അതിനനുസരിച്ച് ഏത് ടെസ്റ്റാണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള സീരീസിലെ ടേംസൊക്കെ പോസിറ്റീവ് ടേംസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റഗ്രൽ ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നിട്ടുള്ള സീരീസിലെ ഒരു ടേംസിന് A1 A2 അല്ലെങ്കിൽ A ജനറലായിട്ട് AI എന്നുള്ള ടേംസിന് ഒരു ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യാം. സീരീസിലെ ടേംസിന് നമ്മളൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്ത് കഴിയണം. ആ എഫ് ഓഫ് എക്സിനുള്ള കണ്ടീഷൻസ് ആണെന്നുള്ള ആ എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് എഫ് ഓഫ് എക്സ് ആയിരിക്കണം, അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം, അതൊരു പോസിറ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം, അതൊരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കണം. പോസിറ്റീവ് കണ്ടിന്യൂസ് ഡിക്രീസിങ് ഫംഗ്ഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ സീരീസിലെ ഓരോ ടേമിനെ റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഫോർ ഏത് എക്സിനാണ്, ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. എഫിൻ്റെ ഈ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1-നാണ്. ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1-ന് എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസും പോസിറ്റീവും ഡിക്രീസിങ്ങും ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ആണെങ്കിൽ then that f of x integral from 1 to infinity f of x dx converges, then so does series. അതായത് നമ്മൾ എടുത്ത എഫ് ഓഫ് എക്സ് അല്ലേ, അപ്പോൾ ഇൻ്റഗ്രൽ ഫ്രം 1 to infinity f of x dx കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് തന്നിട്ടുള്ള ഈ സീരീസും കൺവേർജ് ചെയ്യും. അതല്ല ഫ്രം 1 to infinity f of x dx ഡൈവേർജ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള സീരീസും ഡൈവേർജ് ചെയ്യും. അപ്പോൾ നമ്മുടെ സീരീസിന് റിലേറ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ആ ഫംഗ്ഷൻ ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഡിക്രീസിങ് ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഫ്രം 1 to ഇൻഫിനിറ്റിയിൽ ആ ഫംഗ്ഷൻ ഒരു കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സീരീസും കൺവേർജ് ചെയ്യും. ഇൻ്റഗ്രൽ ഫ്രം 1 to ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഡൈവേർജ് ആണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള സീരീസും ഡൈവേർജ് ചെയ്യും. ഇത്രയാണ് ഒരു ഇൻ്റഗ്രൽ ടെസ്റ്റിൽ പറയുന്നത്. Now we discuss a problem using the integral test. Prove that the series 1 plus 1 by 4 plus 1 by 9 plus 1 by 16 etc. is converges. അപ്പോൾ തന്നിട്ടുള്ള സീരീസ് ആണിത്. ഈ സീരീസ് ഇൻ്റഗ്രൽ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് കൺവേർജ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ആ സീരീസ് ഒന്ന് നോക്കാം. തന്ന സീരീസ് ഇതാണ്. given series is 1 plus 1 by 4 plus 1 by 9 plus 1 by 16 അല്ലേ. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് എങ്ങനെ ചെയ്താൽ അതിന് ഫോമിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന ഒരു സീരീസാണ് 1 plus 1 by 4 എന്ന് പറഞ്ഞാൽ എന്താണ് 1 by 2 സ്ക്വയർ പ്ലസ് 1 by 9 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം 1 by 3 സ്ക്വയർ പ്ലസ് 1 by 16 എന്ന് പറഞ്ഞാൽ 1 by 4 സ്ക്വയർ. അങ്ങനെയുള്ളൊരു സീരീസാണ്. പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു സീരീസാണ്. So ഇതിൽ നമുക്ക് ഒരു സമ്മേഷൻ ഫോമിൽ എഴുതാം. സിഗ്മ
I from 1 to infinity 1 by I square എഴുതാം. ശരിക്കൂടെ ഐക്ക് 1 കൊടുക്കും 1 by 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ആണ്. ഐക്ക് 2 എന്ന് പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും 1 by 2 സ്ക്വയർ പ്ലസ് ഐക്ക് 3 എന്ന് കൊടുത്താൽ 1 by 3 സ്ക്വയർസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സീരീസ്. നമുക്ക് തന്ന സീരീസിന് നമ്മൾ ഈ രീതിയിൽ റീറൈറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താണ് ഇൻഡിക്കൽ ടെസ്റ്റിൽ പറഞ്ഞത്, ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സുമായിട്ട് ഇതിലുള്ള ടേംസിനെ റിലേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഈ കേസിലേക്ക് സിമ്പിളായിട്ട് റിലേറ്റ് ചെയ്യാം. ഇവിടെ അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഉടനെ ഇത് തന്നെ ഈ ഐനെ ഒരു എക്സ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. അങ്ങനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ലൈറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതാണല്ലോ എ ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താണ് 1 by I സ്ക്വയർ എന്നാണല്ലേ. ഇതൊരു ഫംഗ്ഷനായിട്ട് എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by x സ്ക്വയർ. ഓക്കെ, നമ്മുടെ ഫംഗ്ഷൻ്റെ പറയുന്നത് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അല്ലേ. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1നെയാണ് നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആയിട്ടുള്ള എല്ലാ ടേംസിനുമാണ് എന്താണ് നമുക്ക് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് ഇന്ത്യയുടെ ടെസ്റ്റിൽ പറഞ്ഞിരുന്നു സീരീസിൻ്റെ എല്ലാ ടേംസും പോസിറ്റീവാണ്. ഇവിടെ തമ്മിലുള്ള സീരീസ് എന്താണ് 1 + 1 by 4 + 1 by 9 etc. അപ്പോൾ എല്ലാ ടേംസും എന്ത് തന്നെയാണ്, എല്ലാ ഐസും എന്താണ് പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ആ ഫംഗ്ഷൻ എന്തൊക്കെയാവണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. 3 കണ്ടീഷൻ നമുക്ക് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1ന് ഈ ഒരു ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്താൽ ഏത് രീതിയിലാണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by x സ്ക്വയർ. ഇത് നമുക്കറിയാം ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് അല്ലേ. ക്ലിയർലി ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. 1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പോളിനോമിയലാണ്. ഇത് ഇവിടെ എക്സ് ഈക്വൽ ടു 0 നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല അല്ലേ. എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ഞാൻ ഓൾറെഡി ഡിഫൈൻ ചെയ്തില്ല. അപ്പോൾ കോഷ്യന്റ് ഓഫ് 2 കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇസ് അഗെയിൻ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ക്ലിയർലി നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞതൊരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണെന്നാണ്. സോ എക്സ് സ്ക്വയർ നമുക്കറിയാം, എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ എക്സ് സ്ക്വയർ എന്ന ടേം ആണ്, അതുകൊണ്ട് തന്നെ എന്താ നെഗറ്റീവ് വരുന്നില്ല, കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആണ്. ദെൻ ഡിക്രീസിങ് ആണ് ചെക്ക് ചെയ്യാനുള്ളത്. നമുക്കറിയാം എന്താണ് ഡിക്രീസിങ് ആണോ നോക്കാൻ ചെയ്താൽ മതി. ഇത് ക്ലിയർലി എക്സ് സ്ക്വയറിൻ്റെ 1 by x സ്ക്വയറിൻ്റെ നമുക്ക് ചെക്ക് ചെയ്യാനില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് 1 എന്ന് കിട്ടിയാൽ മതി. ഓക്കെ, എന്താണ് എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് 1 എന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ ഫംഗ്ഷൻ ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും അല്ലേ. താഴേക്ക് വരുന്നൊരു ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണ് നമുക്കറിയാം, നമുക്ക് എന്താ അറിയാം, എക്സ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് 1 അല്ലേ. അതായത് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണല്ലോ. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്താണ് എക്സ് എന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ സോ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ് സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ത് തന്നെയാണ് എക്സ് പ്ലസ് 1 സ്ക്വയർ ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ദെൻ അതിൻ്റെ 1 by ചെയ്താൽ നമുക്ക് കിട്ടും 1 by എക്സ് സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 by എക്സ് പ്ലസ് 1 സ്ക്വയർ ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് കിട്ടും. സോ 1 by x സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് 1 by എക്സ് പ്ലസ് 1 സ്ക്വയർ അല്ലേ. സോ എഫ് ഓഫ് എക്സ് പ്ലസ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, so it implies that f is a decreasing function. f is a decreasing function. അപ്പോൾ നമ്മൾ ആ ഇൻ്റഗ്രൽ ടെസ്റ്റിൽ പറഞ്ഞ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. എഫ് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി, എഫ് ഡിക്രീസിങ് ആണെന്ന് കിട്ടി, എഫ് പോസിറ്റീവ് ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ സോ ക്ലിയർലി എഫ് ഈസ് എ കണ്ടിന്യൂസ് positive and decreasing function for all x greater than or equal to 1. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ടെസ്റ്റിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, ഇൻ്റഗ്രൽ ഫ്രം 1 to infinity എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ. അതാണ് ഇൻ്റഗ്രൽ ഫ്രം 1 to infinity എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണല്ലോ. ഇൻ്റഗ്രൽ ഫ്രം 1 to infinity എഫ് ഓഫ് എക്സ് ഡി എക്സ് ചെക്ക് ചെയ്തിട്ട് അത് കൺവേർജൻ്റ് ആണെങ്കിൽ നമുക്ക് തന്ന സീരീസും കൺവേർജൻ്റ് ആവും. അതല്ല ഇത് ഡൈവേർജൻ്റ് ആണെങ്കിൽ നമുക്ക് തന്ന സീരീസും ഡൈവേർജൻ്റ് ആവും. ഓക്കെ,
അപ്പോൾ ഇവിടെ നമ്മൾ ഇന്റഗ്രൽ അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ ഫ്രം 1 to infinity f of x എന്താണ് 1/x². Then ലിമിറ്റ് നമ്മളൊപ്പം ഇന്റഗ്രൽ ആയതുകൊണ്ട് തന്നെ ലിമിറ്റ് b tends to infinity from 1 to b 1/x². Then limit b tends to infinity x² എന്താണ് x raised to -2 now. നേരത്തെ ചെയ്താൽ x raised to -2 plus 1/-2 plus 1 from 1 to b എന്ന് കിട്ടും അല്ലേ. then ചെയ്ത് വന്നാൽ ലിമിറ്റ് b tends to infinity ഇതെന്താ വരിക -1 വരും -1/x from 1 to b എന്ന് കിട്ടും ആണല്ലോ. x raised to -1/-1 ആണ്. സോ -1/x raised to -1 ഉള്ളത് നമ്മൾ താഴേക്ക് എഴുതിയാൽ -1/x from 1 to b എന്ന് കിട്ടും. ഞാൻ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ലിമിറ്റ് b tends to infinity b കൊടുത്തു കഴിഞ്ഞാൽ 1 കൊടുത്തു കഴിഞ്ഞാൽ -1/b -1/1 കഴിയുമ്പോൾ -1 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ലിമിറ്റ് b tends to infinity 1 -1/b 1 വരും. ഇനി b tends to infinity ആകുമ്പോൾ നമുക്ക് എന്താ പറയാം 1/∞ വരും. സോ ലിമിറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് കിട്ടുന്നത് നമുക്ക് 1 ആണ് കിട്ടും. ലിമിറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 1 ആണ് കിട്ടും. അതായത് ലിമിറ്റിൻ്റെ ഇന്റഗ്രൽ ഫ്രം 1 to infinity f of x dx is equal to 1, which implies that this integral is convergent. So by integral test, the given series sigma I ranging from 1 to infinity 1/i² is also convergent. The next question is show that the P series sigma I ranging from 1 to infinity 1/i⁻p. That is I ക്ക് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 1/1⁻p plus 1/2⁻p plus 1/3⁻p etc. where p is a real constant converges if p greater than 1 and diverges if p less than or equal to 1. Okay. ഒരു ഇമ്പോർട്ടൻ്റ് ആയ സീരീസാണ് പി സീരീസ്. ഈ പി സീരീസും ജോമെട്രിക് സീരീസും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സീരീസിൽ അധികം പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കാൻ സുഖമാണ്. ജോമെട്രിക് സീരീസിനായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ ജോമെട്രിക് സീരീസ് ഈസ് കൺവേർജസ് ഇഫ് ആർ ലെസ് ദാൻ 1 ഡൈവേർജസ് ഇഫ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് പറയുക. ഇവിടെ നേരെ തിരിച്ചാണ് നമ്മൾ കൺവേർജസ് ഇഫ് പി ഗ്രേറ്റർ ദാൻ 1 ഡൈവേർജസ് ഇഫ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അതെല്ലാം കൂടെ കമ്പയർ ചെയ്ത് പഠിക്കാം, അതായിരിക്കും എളുപ്പം. ഇപ്പോൾ നമ്മോട് ചെയ്യാൻ പറഞ്ഞത് പി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ പി സീരീസ് കൺവേർജൻ്റ് ആണെന്നും പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ പി സീരീസ് ഡൈവേർജൻ്റ് ആണെന്നാണ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ. നമ്മൾ ആദ്യം എന്താണ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുക അല്ലേ. ഇതിനൊരു സ്പെഷ്യൽ കേസാണ്. സ്പെഷ്യൽ കേസ് തന്നെ പി ഈസ് ഈക്വൽ ടു 2 എന്നാവുന്ന കേസാണ് നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്തത്. അവിടെ എന്തായാലും നമ്മൾ 1 + 1/2² + 1/3² എന്നുള്ള ഒരു പി ഈക്വൽ ടു 2 ആവുന്ന കേസാണ്. ആ കേസിൽ നമുക്ക് സീരീസ് കൺവേർജൻ്റ് ആണ് കിട്ടുകയും ചെയ്തു. പി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 കൺവേർജൻ്റ് അതുകൊണ്ട് ആ സീരീസ് ഒരു കൺവേർജിങ് സീരീസാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം എന്താണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ എന്താണ് പറഞ്ഞു ഫംഗ്ഷൻ പേര് ഡിഫൈൻ ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഈ ith ടേമില്ലേ ith ടേം എങ്ങനെയാണ് വരിക 1/i⁻p. ഇവിടെ ഐനെ എക്സ് കൊണ്ട് ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഒട്ടുമിക്ക കേസിലും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം f of x is equal to 1/x⁻p എന്ന് ഡിഫൈൻ ചെയ്യാം. എന്താണ് f of x is equal to 1/x⁻p for all x greater than or equal to 1. x greater than or equal to 1 മാത്രമേ ഫംഗ്ഷൻ ഈ കണ്ടീഷൻസ് അത് ടെസ്റ്റിൽ തന്നെ പറയണം കേട്ടോ. ഇവിടെ അവിടെ കിട്ടിയതെന്നല്ല, അത് ഇൻ്റഗ്രൽ ടെസ്റ്റിലുള്ളതാണ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ or equal to 1. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഫംഗ്ഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ക്ലിയർലി ഇറ്റ് ഇസ് എ കോഷ്യൻ്റ് ഓഫ് 2 കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അതെന്താണ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ or equal to 1 ആയതുകൊണ്ട് ഇതൊരു പോസിറ്റീവ് ഫംഗ്ഷനാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഡിക്രീസിങ്ങോ പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്കറിയാം എക്സ് ഗ്രേറ്റർ ദാൻ or equal to 1 കേസിൽ എന്താണ് എക്സ് ഈസ് ഓൾവേസ് ലെസ് ദാൻ or equal to എന്തായിരിക്കും x + 1 ആയിരിക്കും അല്ലേ. ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ or equal to 1 എന്ത് തന്നെയായിരിക്കും x ലെസ് ദാൻ or equal to x + 1 ആയിരിക്കും. സോ
എന്താണ് നമുക്കറിയാം എക്സ് റേസ് ടു പി എന്ത് തന്നെയായിരിക്കും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഹോൾ റേസ് ടു പി ആയിരിക്കും ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ദെൻ 1 by ചെയ്തപ്പോൾ എന്ത് വരും നമുക്ക് 1 by എക്സ് റേസ് ടു പി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 by എക്സ് പ്ലസ് 1 ഹോൾ റേസ് ടു പി ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ദാറ്റ് ഈസ് 1 by എക്സ് റേസ് ടു പി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ എഫ് ഓഫ് എക്സ് ആണ്. സോ എഫ് ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് 1 ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എന്താണ് എഫ് ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, എഫ് ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ക്ലിയർലി ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി, എല്ലാ പ്രോപ്പർട്ടി എല്ലാ കണ്ടീഷൻസും ശരിയായില്ലേ. ക്ലിയർലി എഫ് ഈസ് എ കണ്ടിന്യൂസ് പോസിറ്റീവ് ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ് കിട്ടി. ഓക്കെ, ഈ 3 കണ്ടീഷനാണ് നമ്മളോട് പറഞ്ഞത്. അത് 3 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എഫ് ഓഫ് എക്സ് ആണ് 1 by എക്സ് റേസ് ടു പി എന്നുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, 3 കേസ് ആക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം പി ഗ്രേറ്റർ ദാൻ 1 ചെയ്യും, ദെൻ പി ലെസ് ദാൻ 1 ചെയ്യും, ലാസ്റ്റായിട്ട് പി ഈക്വൽ ടു 1 എന്ന് ചെയ്യാം. ഓക്കെ, ആദ്യം വെച്ച് പി ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, പി ഗ്രേറ്റർ ദാൻ 1 എടുത്തു. നമ്മൾ ഇൻ്റഗ്രൽ ഫ്രം 1 to infinity f of x dx which is equal to integral from 1 to infinity 1 by x raised to p dx. Hello? By x raised to p dx which is equal to limit b tends to infinity on integral from 1 to infinity improper integral ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യും. ഓക്കെ, ലിമിറ്റ് b tends to infinity integral from 1 to infinity 1 by x dx കിട്ടും. സോറി 1 by x raised to p dx. that is limit b tends to infinity. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, x raised to minus p എന്ന് എഴുതാം. then integrate ചെയ്തോളൂ. അപ്പോൾ എന്താ ഇന്റഗ്രലിൻ്റെ വാല്യൂ കിട്ടിയാൽ x raised to minus p plus 1 by minus p plus 1 from 1 to infinity. Sorry, integral from 1 to b കേട്ടോ. limit b tends to infinity x raised to integral value x raised to minus p plus 1 by minus p plus 1 from 1 to b എന്ന് കിട്ടും. then നമുക്ക് ഈ 1 minus p ആണ് ഔട്ട്സൈഡ് എടുത്തായിട്ടുള്ളത് കേട്ടോ. 1 by 1 minus p limit b tends to infinity. ഡയറക്റ്റ് ആയിട്ട് ഞാൻ എഴുതി നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ എക്സ് റൈസ് ടു എന്ത് ചെയ്യാം, ഒരു മൈനസിനെ ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ എന്താ പറയുക, നമുക്ക് മൈനസിന് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ എക്സ് റൈസ് ടു മൈനസ് നമ്മൾ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പി മൈനസ് 1 ആവും അല്ലേ. മൈനസ് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ എക്സ് റൈസ് ടു മൈനസ് പി മൈനസ് ഇൻറ്റു മൈനസ് 1 വരുമ്പോൾ പ്ലസ് 1 ചെയ്യാം കേട്ടോ. സോ എക്സ് റൈസ് ടു മൈനസ് പി 1 to b വരും. സോ ഞാൻ ലിമിറ്റിൻ്റെ വാല്യൂ കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക, ഇവിടെ 1 by 1 minus p limit b tends to infinity. ഇവിടെ എന്താണ് എക്സിന് ബി കൊടുക്കാം. എക്സ് റേസ് മൈനസ് ആയതുകൊണ്ട് നമുക്ക് താഴേക്ക് എഴുതാം. അപ്പോൾ എന്താ എഴുതാം, 1 by b raised to p minus 1 minus 1 അല്ലേ. 1 എന്ന് വെച്ചാൽ എക്സിന് 1 കൊടുക്കുമ്പോൾ 1 raised to ഈ സംഭവം ഉണ്ടാവും. അതിൻ്റെ മുകളിൽ എന്തുണ്ടായാലും വാല്യൂ എന്ത് തന്നെയാണ് നമുക്ക് 1 എന്നായത് തന്നെ അത് 1 എന്ന് എഴുതിയതാണ്. ഇവിടെ ശരിക്കും ബി റേസ് ടു മൈനസ് ഓഫ് പി മൈനസ് 1 ആണ്. അപ്പം നമ്മൾ താഴേക്ക് എഴുതുമ്പോൾ ബി റേസ് ടു പി മൈനസ് 1 ആവും. മൈനസ് 1 റേസ് ടു മൈനസ് പി മൈനസ് 1 ആണ്. സോ നമ്മൾ 1 തന്നെ ആൻസർ കിട്ടാം. അതങ്ങനെ എഴുതി കഴിഞ്ഞു. 1 by b റേസ് ടു പി മൈനസ് 1 മൈനസ് 1 എന്ന് നമുക്ക് ആൻസർ കിട്ടി അല്ലേ. അപ്പോൾ ഇനി എന്താ വരാം, ഇതിൽ നമ്മളെന്താ എടുത്തിരുന്നത്, പി ഗ്രേറ്റർ ദാൻ 1 ആണ് എടുത്തത് അല്ലേ. പി ഗ്രേറ്റർ ദാൻ 1 എന്നായതുകൊണ്ട് തന്നെ എന്താണ് നമുക്കറിയാം, പി ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് തന്നെ പി മൈനസ് 1 എന്താണ്, പി മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ പി മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് തന്നെ ബി റേസ് ടു പി മൈനസ് 1 എന്തായിരിക്കും, പി മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് തന്നെ ബി റേസ് ടു പി മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്, ടെൻസ് ടു ഇൻഫിനിറ്റി ആസ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ. ബി ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതോറും എന്ത് തന്നെയാണ് ഉണ്ടാവുക, ബി റേസ് ടു പി മൈനസ് 1 ടെൻസ് ടു ഇൻഫിനിറ്റിയിലേക്ക് തന്നെയാണ് പോവുക. അപ്പോൾ അതുകൊണ്ട് ഈ ലിമിറ്റിന് അപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടെ വാല്യൂ 1 by 1 minus p ഇവിടെ എന്തായിട്ട് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി 1 by b raised to p minus 1 അല്ലേ. അപ്പോൾ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു
limit b tends to infinity. ഇത് തിരിച്ചെഴുതുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ലിമിറ്റ് b tends to infinity b raised to p minus 1 is equal to എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫിനിറ്റി, അതായത് p minus 1 ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് തന്നെ b ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതോറും b raised to p minus 1 എന്ന് തന്നെയാണ് ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ ഈ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? അവിടെ താഴെയാണ് കിട്ടുന്നത്. ലിമിറ്റ് b tends to infinity b raised to p minus 1 എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും? 1 by infinity minus 1 എന്ന് കിട്ടും. ഓക്കെ, ദെൻ 1 by 1 minus p into 1 by infinity എന്ന് പറയുന്നത് 0 ആണ്. 0 minus 1 is equal to minus 1 എന്ന് വിളിച്ചാൽ 1 by p minus 1. ഓക്കെ, അപ്പോൾ ഈ p ലെസ് ദാൻ 1 ആവുന്ന p ഗ്രേറ്റർ ദാൻ 1 ആവുന്ന കേസിൽ നമുക്ക് ആ ഇൻ്റഗ്രലിന് ഒരു ഫൈനൈറ്റ് വാല്യൂ 1 by p minus 1 എന്നുള്ളൊരു ഫൈനൈറ്റ് വാല്യൂ കിട്ടും. അതായത് ആ ഇൻ്റഗ്രൽ ഇത് കൺവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റും. സോ നമുക്ക് തന്നിട്ടുള്ള കറസ്പോണ്ടിങ് സീരീസും എന്ത് തന്നെയാണ്? കൺവേർജൻ്റ് ആണ് ഇൻ ദ കേസ് ഓഫ് p ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കേസ് ചെയ്യാം. p ലെസ് ദാൻ 1 ആകുമ്പോൾ എന്താണ് കിട്ടുക? ഓക്കെ, പറഞ്ഞ 3 കേസാണ് നമ്മൾ ചെയ്യുന്നത്. സോ p now consider that p is less than 1. ഓക്കെ, p ലെസ് ദാൻ 1 ആവുന്ന കേസിലാണ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. ഫ്രം 1 to infinity f of x dx നമ്മൾ കൺസിഡർ ചെയ്യാണ്. സോ ലിമിറ്റ് b tends to infinity interval from 1 to b f of x എന്താണ്? 1 by x raised to p dx ചെയ്യാം. That is limit b tends to infinity x raised to minus p plus 1 by minus p plus 1 from 1 to b എന്ന് കിട്ടും. ഓക്കെ, minus p plus 1 by minus p plus 1 from 1 to b. then 1 by 1 minus p നെ ഔട്ട്സൈഡ് എടുത്ത് എഴുതിയാൽ എന്താ വരിക? ലിമിറ്റ് b tends to infinity x raised to, ഇവിടെ നമുക്ക് എന്തറിയാം? p ലെസ് ദാൻ 1 ആണല്ലേ. p ലെസ് ദാൻ 1 ആണെങ്കിൽ 1 മൈനസ് p എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലേ. 1 മൈനസ് p എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ലിമിറ്റ് b tends to infinity b raised to 1 minus p എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? അതായത് 1 minus p is greater than 0 ആണെങ്കിൽ b tends to ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതോറും b raised to 1 minus p എന്ന് തന്നെ ആയിരിക്കും. ഇൻഫിനിറ്റി raised to 1 minus p അല്ലേ. ലിമിറ്റ് b tends to infinity, so it is also infinity ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ കൊടുക്കാൻ ലിമിറ്റ് b tends to infinity x raised to എന്ത് തന്നെയാണ്? x കൊടുക്കേണ്ട വാല്യൂ കൊടുത്ത് ലിമിറ്റ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് ബിനെ കൊടുത്തു കഴിഞ്ഞാൽ b raised to 1 minus p മൈനസ് എക്സിന് 1 എന്ന് കൊടുത്താൽ 1 raised to 1 minus p എന്നാണ്. സോ നമ്മളതിനെ 1 എഴുതി. ഓക്കെ, ഈ ടൈം നമ്മൾ ആദ്യം ഔട്ട്സൈഡ് എടുത്തിട്ടുണ്ട്. 1 by 1 minus p ഇൻറ്റു ലിമിറ്റ് b tends to infinity. ദെൻ ആദ്യം b എക്സിന് b എന്ന് കൊടുത്തു കഴിഞ്ഞാൽ b raised to 1 minus p, ദെൻ മൈനസ് എക്സിന് 1 കൊടുക്കുക. 1 by 1 raised to minus p plus 1, സോ 1 എന്ന് കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു 1 by 1 minus p ഇൻറ്റു ലിമിറ്റ് b tends to infinity b raised to 1 minus p എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു? ഇറ്റ് ഈസ് ആൾസോ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു. സോ ദിസ് ഈസ് ഇൻഫിനിറ്റി മൈനസ് 1 കിട്ടും. സോ ഇൻഫിനിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ദ ആൻസർ ഈസ് ഇൻഫിനിറ്റി എന്ന് കിട്ടും. അപ്പോൾ ഇഫ് p ലെസ് ദാൻ 1 the integral from 1 to infinity f of x dx is divergent എന്ന് കിട്ടും. ആൻഡ് സോ ദ കറസ്പോണ്ടിങ് സീരീസ് ഈസ് ഓൾസോ ഡൈവേർജൻറ്റ് കിട്ടും. നമ്മൾ ഈ കൺസിഡർ ചെയ്ത ഇൻ്റഗ്രൽ എന്താണ്? ഒരു ഇൻഫിനിറ്റിയിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തന്നെ ഇൻ്റഗ്രൽ ഈസ് ഡൈവേർജൻ്റ് ആണ്. സോ നമുക്ക് തന്ന സീരീസ് പി സീരീസ് എന്താണ്? ഇഫ് പി ലെസ് ദാൻ 1 ഡൈവേർജൻ്റ് ആണ് കിട്ടും. ഓക്കെ, നൗ ദ ലാസ്റ്റ് കേസ് ഇഫ് പി ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഓക്കെ, if p is equal to 1. Okay, then from a to b f of x dx is equal to from a to b f of x from 1 to infinity f of x dx is equal to
limit b tends to infinity integral from 1 to b f of x എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഈ കേസിൽ 1 by x നമ്മൾ t is equal to നമ്മൾ 1 എന്നാണ് എടുത്തത് സോ എന്താണ് 1 by x dx എന്ന് കിട്ടും ഓക്കെ 1 by x dx എന്ന് കിട്ടും സോ ലിമിറ്റ് b tends to infinity എന്താണ് 1 by x ന്റെ ഇന്റഗ്രൽ എന്താണ് നമുക്കറിയാം ln x ആണ് ln x from 1 to b എന്ന് കിട്ടും സോ limit b tends to infinity ln of b minus ln of 1 എന്ന് കിട്ടും നമുക്കറിയാം ലിമിറ്റ് b tends to infinity എന്താണ് ln of b എന്ന് മാത്രമേ ഉണ്ടാവൂ അല്ലേ ln of 1 എന്ന് പറഞ്ഞാൽ എന്താണ് 0 ആണ് സോ ലിമിറ്റ് b tends to infinity ln of b is clearly infinity ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് 3 കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താണ് ഫസ്റ്റ് കേസിൽ എന്താണ് പറഞ്ഞത് ഇഫ് p greater than 1 ഇന്റഗ്രൽ എന്താണ് 1 by p minus 1 ആണെന്ന് കിട്ടും സോ ദ ഇന്റഗ്രൽ ഈസ് convergent and hence the series is also convergent എന്ന് കിട്ടും ബാക്കി രണ്ട് കേസിലും p less than 1 ആവുമ്പോഴും p equal to 1 ആവുമ്പോഴും ഇന്റഗ്രൽ എന്താണ് ഡൈവേർജന്റ് ആണ് സോ ബൈ ഈ ഇന്റഗ്രൽ ടെസ്റ്റ് the given series is also divergent okay അപ്പോൾ p series is convergent if p greater than 1 and p series is divergent if p less than or equal to 1 okay one more question from the integral test use integral test to determine the convergence of the series sigma I ranging from 1 to infinity I by I square plus 1 okay series in the convergence test ചെയ്യാനാണ് പറഞ്ഞത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ith ടേമിൽ സീരീസ് തന്നിട്ടില്ലേ അതേപോലെ തന്നെ ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ചെയ്യും ഓക്കെ ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഈ ഐനെ എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യാം കേട്ടോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ഇതെന്താണ് എക്സ് ബൈ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആയതുകൊണ്ട് തന്നെ എക്സ് ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആയിരിക്കും ക്ലിയർലി ഇറ്റ് ഇസ് എ കോഷ്യന്റ് ഓഫ് 2 പോളിനോമിയൽ ഫംഗ്ഷൻ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഇങ്ങനെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് നമ്മൾ നെക്സ്റ്റ് കൺസിഡർ എഫ് ഡാഷ് എക്സ് കൺസിഡർ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് എക്സ് ഇൻറ്റു 2x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ അറ്റ്ലീസ്റ്റ് എന്താ കിട്ടുക നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 2x സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണോ അതായത് 1 മൈനസ് എക്സ് സ്ക്വയർ കിട്ടും ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ടാവും മൈനസ് 2x സ്ക്വയർ ആകുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ വരും ഇവിടെ 1 എന്ന് വരും സോ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണല്ലോ ഈ ഒരു ടൈം നമുക്കറിയാം എക്സ് എന്താണ് നമുക്കറിയാം ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ഓക്കെ അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന ഈ ടേം ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ് ആണ് നമുക്കറിയാം ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 എന്താണ് നമുക്കറിയാം 1 മൈനസ് എക്സ് എന്താണ് എക്സ് സ്ക്വയർ എന്തായിരിക്കും എന്തായാലും എക്സ് സ്ക്വയർ ഈസ് ആൾസോ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആയിരിക്കും ആൻഡ് 1 മൈനസ് എക്സ് സ്ക്വയർ അപ്പോൾ എന്തായിരിക്കും 1 മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഓൾവേസ് ലെസ് ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും അപ്പോൾ ഈ ഒരു ടേം ലെസ് ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും ഈ ഒരു ടേം ഓൾവേസ് greater than or equal to 0 ആയിരിക്കും സോ ദ quotient is always less than or equal to 0 ആയിരിക്കും that is f dash x is less than or equal to 0 implies that f is a decreasing function f is a decreasing function നമുക്ക് എന്തൊക്കെയായി ഇന്റഗ്രൽ ടെസ്റ്റിനുള്ള എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് എഫ് ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ് എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് ആൻഡ് എഫ് ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ് ദെൻ നൗ കൺസിഡർ ദി ഇന്റഗ്രൽ 1 to infinity f of x dx that is integral from 1 to infinity limit ഏതാണ് f of x എന്ന് പറഞ്ഞാൽ x by x square plus 1 dx okay so limit b tends to infinity integral from 1 to infinity x by x square plus 1 dx okay then is equal to limit b tends to infinity x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആക്കിയാൽ മതി അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇന്റഗ്രലിൻ്റെ വാല്യൂ എന്താണ് എഫ് അതായത് ഈ ഫംഗ്ഷൻ എന്താണ് ഇന്റഗ്രൽ ഫ്രം എ ടു ബി എഫ് ഓഫ് എക്സ് എന്നാണ് ഇത് ഏത് ഫോമിലാണ്
എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളൊരു ഫോമിലാണെങ്കിൽ നമുക്ക് എന്തറിയാൻ പറ്റും? എന്താണ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ln ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഇതാണ്. ആ ഒരു രീതിയിലാണ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ അതേപോലെ എന്താണ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആവണമെങ്കിൽ ഇവിടെ എന്ത് വേണം? 2x എന്ന് വേണം അല്ലേ? ഇവിടെ 2 ഉണ്ടാവില്ല. അപ്പം നമുക്ക് 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻ്റഗ്രൽ ഫ്രം b ആണ് കേട്ടോ. integral from limit b tends to infinity, integral from 1 to b x by x square plus 1 ആണ്. then limit b tends to infinity 1/2 കൊണ്ട് integral from 1 to b 2x by x square plus 1 dx. ഓക്കെ, ഈ 2 ഉം 2 ഉം അഡ്ജസ്റ്റ് ചെയ്താണ്. then നമുക്ക് ഇന്റഗ്രലിൻ്റെ വാല്യൂ കണ്ടു ചെയ്താൽ പറ്റും. ലിമിറ്റ് b tends to infinity 1/2 ഇൻറ്റു ഈ ഇന്റഗ്രലിൻ്റെ വാല്യൂ എന്താണ്? ln ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഓക്കെ, ഫ്രം 1 to b. അപ്പോൾ എന്താ വരാം? 1/2 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി എന്ത് വരും? ln ഓഫ് ഇവിടെ എന്ത് വരാം? എക്സിന് ബി കൊടുത്താൽ ln ഓഫ് ബി സ്ക്വയർ പ്ലസ് 1 വരും അല്ലേ? ln of b square plus 1 ln of b square plus 1 minus ln of 2. ഓക്കെ, ദെൻ ഇവിടെ ക്ലിയർലി ln of 2 നമുക്ക് വാല്യൂ ഉണ്ടാവും. പക്ഷേ ln of ബിക്ക് ഇവിടെ എന്താണ് ഇൻഫിനിറ്റിയിൽ പുട്ട് ചെയ്താൽ ln of ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 1/2 ഇൻറ്റു ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന ആൻസർ കിട്ടും. സിമ്പിൾ ഇസ് ദാറ്റ്. Integral from 1 to infinity f of x dx is divergence. And so the given series is also diverges in it.